ഈ വീഡിയോയിൽ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മുറി വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? The room is messy. The room is messy. മുറി വൃത്തിയാക്കൂ. Clean your room. Clean your room. മുറി വൃത്തിയാക്കൂ എന്ന് പറയാൻ clean your room എന്ന് പറയണം. എന്നാൽ വൃത്തിയാക്കൂ എന്ന് മാത്രം പറയണമെങ്കിൽ clean up. Clean up എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ മുറിയിലെ ചില സാധനങ്ങൾ മാത്രം സ്ഥാനം തെറ്റിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സ്ട്രെയിറ്റൻ അപ്പ് യുവർ റൂം. സ്ട്രെയിറ്റൻ അപ്പ് യുവർ റൂം. അതല്ലെങ്കിൽ ടൈഡി അപ്പ് യുവർ റൂം. ടൈഡി അപ്പ് യുവർ റൂം. ചൂലിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ബ്രൂം. സ്വീപ്പ് അപ്പ് എന്നാൽ അടിച്ചു വാരുക. സ്വീപ്പ് ദ ഫ്ലോർ. സ്വീപ്പ് ദ ഫ്ലോർ. തറ അടിച്ചു വാരൂ. Grab a broom and sweep up. Grab a broom and sweep up. ഒരു ചൂല് കൊണ്ടുവന്ന് അടിച്ചു വാരൂ. നെക്സ്റ്റ് ഈസ് കോബ്വെബ്. ഞങ്ങളുടെ പ്രദേശത്ത് ഇതിന് മാറാല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് ഇതിന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അതായത് വീടിൻ്റെ റൂഫിൽ കാണുന്ന ചിലന്തി വലകളെ കോബ്വെബ് എന്ന് പറയുന്നു. കോബ്വെബ്സ് ആർ ഹാങ്ങിങ്. കോബ്വെബ്സ് ആർ ഹാങ്ങിങ്. മാറാല തൂങ്ങിക്കിടക്കുന്നു. മാറാല അടിക്കൂ. ബ്രഷ് ഓഫ് ദ കോബ്വെബ്. ബ്രഷ് ഓഫ് ദ കോബ്വെബ്. മാറാല അടിക്കുന്ന ബ്രഷിന് പറയുന്നതാണ് കോബ്വെബ് ബ്രഷ്. കോബ്വെബ് ബ്രഷ്. അടുത്തത് മോപ്പ് ദ ഫ്ലോർ. തറ തുടയ്ക്കൂ. അതല്ല, തുടയ്ക്കുക എന്ന് മാത്രം പറയണമെങ്കിൽ ഇങ്ങനെ പറയണം, മോപ്പ് അപ്പ്. മോപ്പ് അപ്പ്. ഇനി നമുക്കെല്ലാം അറിയാം ക്ലോത്ത് എന്നാൽ തുണിയാണ്. എന്നാൽ ഡാംപ് ക്ലോത്ത് എന്നാൽ എന്താണ്? ഡാംപ് ക്ലോത്ത്, നനഞ്ഞ തുണി. നനഞ്ഞ തുണി കൊണ്ട് മേശ തുടയ്ക്കൂ. വൈപ്പ് ദ ടേബിൾ വിത്ത് ഡാംപ് ക്ലോത്ത്. വൈപ്പ് ദ ടേബിൾ വിത്ത് ഡാംപ് ക്ലോത്ത്. പൊടിയും മറ്റു അഴുക്കും അടിച്ചു വാരിയതിന് ശേഷം ഡസ്റ്റ്പാൻ ഉപയോഗിച്ചാണത് കോരുന്നത്. ഡസ്റ്റ്പാൻ. സ്വീപ്പ് ദ ഡേർട്ട് ഇൻ ടു ദ ഡസ്റ്റ്പാൻ. ഡസ്റ്റ്പാനിലേക്ക് അഴുക്ക് തൂത്തുവാരുക. സ്വീപ്പ് ദ ഡേർട്ട് ഇൻ ടു ദ ഡസ്റ്റ്പാൻ. അടുത്തത് വൈപ്പ് യുവർ ഫീറ്റ് ഓൺ ദ മാറ്റ്. കാല് ചവിട്ടിയിൽ തുടയ്ക്കൂ. വൈപ്പ് യുവർ ഫീറ്റ് ഓൺ ദ മാറ്റ്. നെക്സ്റ്റ് ഈസ് വേസ്റ്റ്. വേസ്റ്റിന് പല പേരുകളാണ് ഇംഗ്ലീഷിലുള്ളത്. ഗാർബേജ്, ട്രാഷ്, റബ്ബിഷ്, റഫ്യൂസ്. ഗാർബേജ്, ട്രാഷ്, റബ്ബിഷ്, റഫ്യൂസ്. അടുത്ത വാക്കാണ് ഡസ്റ്റ്, പൊടി. എന്തുകൊണ്ടാണോ നമ്മൾ പൊടി അടിക്കുന്നത് അതിനെ ഡസ്റ്റർ എന്നാണ് പറയുന്നത്. ഡസ്റ്റർ. ഡസ്റ്റ് ദ ഷെൽഫ്സ്. ഷെൽഫ്സിൻ്റെ പൊടി അടിക്കൂ. നെക്സ്റ്റ് പാത്രം കഴുകൂ. ഡു ദ ഡിഷസ് അല്ലെങ്കിൽ വാഷ് ദ ഡിഷസ്. ഡു ദ ഡിഷസ്, വാഷ് ദ ഡിഷസ്. അടുത്ത വാക്കാണ് ലോണ്ട്രി. ലോണ്ട്രി എന്നാൽ തുണികൾ. ഡു ദ ലോണ്ട്രി. ഡു ദ ലോണ്ട്രി. തുണികൾ കഴുകൂ. ഹാങ് അപ്പ് ദ ലോണ്ട്രി. ഹാങ് അപ്പ് ദ ലോണ്ട്രി. തുണി തൂക്കിയിടുക. ടേക്ക് ഡൗൺ ദ ലോണ്ട്രി. ടേക്ക് ഡൗൺ ദ ലോണ്ട്രി. ഇട്ടടുത്ത് നിന്ന് തിരിച്ചെടുക്കുന്നതിനെയാണ് ടേക്ക് ഡൗൺ ദ ലോണ്ട്രി എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ഷേക്ക് ഔട്ട്. ഷേക്ക് ഔട്ട്, കുടയുക. ഷേക്ക് ഔട്ട്. അടുത്ത വാക്കാണ് റാഗ്. തുണിക്കഷ്ണം. അതായത് പഴയ തുണിയൊക്കെ കട്ട് ചെയ്ത് ക്ലീനിങ്ങിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ആ തുണിക്കഷ്ണത്തിനെ നമുക്ക് റാഗ് എന്ന് പറയാം. RAG, റാഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.